ദ ഗുഡ് ന്യൂസ് ലൈവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. റഷ്യ യുക്രൈൻ വാർ ആരംഭിച്ചിട്ട് 1195 ദിവസങ്ങൾ അഥവാ 3 വർഷവും 100 ദിവസവും പിന്നിടുകയാണ്. റഷ്യക്കുള്ളിൽ കടന്നുകൊണ്ട് യുക്രൈൻ അതിമാരകമായിട്ടുള്ള ആക്രമണങ്ങൾ, റഷ്യയുടെ 4 എയർബേസുകളെ സ്മഗിൾ ചെയ്ത് കടത്തിയ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് അതിനുള്ളിൽ ഹാൾട്ട് ചെയ്തിരുന്ന 40ഓളം വരുന്ന അത്യാധുനികമായിട്ടുള്ള റഷ്യയുടെ ഫൈറ്റർ ജെറ്റുകളെ യുക്രൈൻ ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. ഈ ഒരു നടപടിക്രമം വളരെ ഭയാനകമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇരു രാജ്യങ്ങളെയും തള്ളിവിട്ടിരിക്കുന്നത്. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. യുക്രൈൻ വെസ്റ്റേൺ കൺട്രീസ് നൽകിയിട്ടുള്ള മീഡിയം റേഞ്ച് മിസൈൽസും ഷോർട്ട് റേഞ്ച് മിസൈൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് റഷ്യക്കുള്ളിൽ വിവിധ തരം ആക്രമണങ്ങൾ കഴിഞ്ഞ 1 വർഷമായി നടത്തിപ്പോരുന്നിരുന്നുവെങ്കിലും ഇത്രയേറെ കനത്ത നാശനഷ്ടം റഷ്യക്ക് വരുത്തിയിട്ടുള്ള ഒരു ആക്രമണം ഇതിനു മുമ്പിട്ട് യുക്രൈന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഈ സാഹചര്യത്തെ വളരെ ഗൗരവമുള്ള സാഹചര്യമാക്കി മാറ്റുന്നു. യുദ്ധത്തിന്റെ പ്രാരംഭ നിമിഷത്തെ തന്നെ റഷ്യ പല തവണകളിൽ യുക്രൈന് വാണിംഗ് കൊടുത്തിരുന്നു. ഇതിലേതെങ്കിലും തരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ കുറച്ചും കൂടി തെളിച്ചു പറയുകയാണെങ്കിൽ നാറ്റോ രാജ്യങ്ങളുടെ ഇടപെടൽ റഷ്യക്കെതിരെ ഉണ്ടാകുകയാണെങ്കിൽ യുക്രൈനിൽ ആണവായുധം പ്രയോഗിക്കും. ഒരുപക്ഷെ യുക്രൈനിൽ മാത്രമല്ല, റഷ്യക്ക് ഭീഷണിയായി വരുന്ന നാറ്റോ രാജ്യങ്ങളിലും റഷ്യ ആണവായുധങ്ങൾ പ്രയോഗിക്കും എന്നുള്ളത് പുടിന്റെ ഭാഗത്തുനിന്ന് വന്ന വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു വാർണിംഗ് ആയിരുന്നു. ഇവിടെ നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്, പുടിൻ എന്ന് പറയുന്ന നേതാവിന്റെ ഇച്ഛാശക്തിയെ നമ്മൾ കുറച്ച് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം അദ്ദേഹം ഒരു കാര്യം പ്രസ്താവിച്ചാൽ അത് ചെയ്യുക തന്നെ ആയിരിക്കും അതിന്റെ പരിണിത ഫലം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. 2022 ഫെബ്രുവരി മാസം 24-ാം തീയതി റഷ്യ യുക്രൈനിൽ സൈനിക നടപടി തുടങ്ങുന്നതിന് മുമ്പായി പല ആവർത്തി റഷ്യയുടെ ഭാഗത്തുനിന്നും യുക്രൈനും അതേപോലെ പാശ്ചാത്യ ശക്തികൾക്കും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നതാണ്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ നാറ്റോയിൽ ചേരുന്നതിനോട് അനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളുമായി, അല്ലെങ്കിൽ നാറ്റോയുടെ ഒരു അംഗരാജ്യമായി തീരാൻ വേണ്ടി യുക്രൈൻ പല തവണ പരിശ്രമിച്ചു. അതിന്റെ അവസാനം വന്നെത്തിയതോ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ ട്രംപിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിലെ നേതാക്കന്മാരെ പോലെ നമുക്ക് ട്രംപിന്റെ തീരുമാനങ്ങളെ വില കുറച്ച് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആത്മാഭിമാന തകർച്ചയാണ് റഷ്യക്ക് ഉണ്ടായിരിക്കുന്നത്. റഷ്യയെ പോലെ ലോക സൈനിക ശക്തികളിൽ 2ാം സ്ഥാനം വഹിക്കുന്ന അത്യാധുനിക ആയുധങ്ങളും ആയുധ സംവിധാനങ്ങളും ഉള്ള ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ നിന്ന് ഏകദേശം 5000-ഓളം കിലോമീറ്ററുകൾക്ക് അടുത്ത് അതിസങ്കീർണം അല്ലെങ്കിൽ അതിസുരക്ഷിതവുമായ ഒരു സ്ഥലത്ത് സ്ഥാപിച്ചിരുന്ന സൈനിക ബേസുകളെയാണ് ഇപ്പോൾ യുക്രൈൻ മാരകമായ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നത്. ഇത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കടുത്ത വാണിംഗ് ആണ് യുക്രൈന് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സംഘട്ടനം ഇത്രയേറെ എസ്കലേറ്റ് ചെയ്യാനുള്ള 1-2 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ട്രംപിന്റെ വരവോടുകൂടി റഷ്യ യുക്രൈൻ വാർ അവസാനിപ്പിക്കുവാനും സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുവാനും അതേപോലെ തന്നെ ഇതിനെ നയതന്ത്രപരമായിട്ടും യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾക്കായിട്ട് ട്രംപിന്റെ ഭാഗത്തുനിന്ന് പല നീക്കങ്ങളും ഉണ്ടായി. അതിൽ ട്രംപ് എടുത്ത തീരുമാനമെന്ന് പറയുന്നത്, ഇനി യുക്രൈന് ആയുധങ്ങളും മറ്റ് ഇന്റലിജൻസ് സംവിധാനങ്ങളും കൊടുക്കേണ്ടതില്ല. അങ്ങനെ യുക്രൈന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുകയും അതേപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി
യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നയതന്ത്ര ചർച്ചകളൊക്കെയും ട്രംപിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴായി നടത്തിയെങ്കിലും അതിന്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് നിരാശയും, ട്രംപിന്റെ തീരുമാനങ്ങൾ ഒന്നും തന്നെ അത് പ്രായോഗിക പദത്തിൽ എത്തിക്കുവാൻ കഴിയാത്തൊരു സാഹചര്യം. ഇത് വല്ലാത്ത രീതിയിലാണ് ട്രംപിനെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത്. ട്രംപ് ഒരു സമയത്ത് ഓപ്പൺലി അദ്ദേഹം പറഞ്ഞു, റഷ്യയുടെ പ്രസിഡന്റ് അദ്ദേഹം മാഡാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റഷ്യക്ക് ഈ ഒരു സമാധാനവുമായിട്ട് മുമ്പോട്ട് പോകുന്നതിൽ യാതൊരു താല്പര്യവുമില്ല എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന സമയത്ത്, മാത്രവുമല്ല നാറ്റോയ്ക്കുള്ള അമേരിക്കയുടെ സഹായം അത് വെട്ടിച്ചുരുക്കുന്നതിനെ പറ്റി, അല്ലെങ്കിൽ കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ നാറ്റോയ്ക്കിന് സഹായം അമേരിക്കയുടെ ഭാഗത്തു നിന്നില്ല. നാറ്റോ അവരുടെ GDP-യിൽ നിന്നും 2% അവർ നൽകുന്നില്ല എങ്കിൽ അമേരിക്ക ഇനി അമേരിക്കയുടെ പണം മുടക്കി നാറ്റോയെ സഹായിക്കാൻ പോകുന്നില്ല. അവിടെ നാറ്റോയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ആടി ഉലയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് റഷ്യ യുക്രൈന്റെ മേൽ കഠിനമായ ആക്രമണം നടത്തിയത്. ഇവിടെ അമേരിക്ക പിൻവലിയുന്നതും നാറ്റോ കൂടുതൽ പ്രതിരോധത്തിലേക്ക് വരുന്നു. നാറ്റോ രാജ്യങ്ങൾ ഇപ്പോൾ പേടിച്ചു നിൽക്കുകയാണ്. റഷ്യ യുക്രൈൻ കഴിഞ്ഞാൽ പിന്നെ പോളണ്ടിലൂടെ കടന്നുകൊണ്ട് നാറ്റോ രാജ്യങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാറ്റോയുടെ പോളിസി പ്രകാരം അത് തങ്ങളുടെ അംഗരാജ്യത്തെ ആക്രമിക്കുന്ന രാജ്യത്തെ തിരിച്ചടിക്കേണ്ടതായിട്ട് വരും. അത് ഒരു ലോക മഹായുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാഹചര്യമാണ്. ഇപ്പോൾ നാറ്റോ പേടിച്ചിരിക്കുകയാണ്. നാറ്റോയുടെ പ്രസൻസ് അത് റഷ്യക്കുള്ളിലും സമ്മർദ്ദമുണ്ടാക്കുന്നുണ്ട്. ഇരുവശങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം, യുദ്ധ സമ്മർദ്ദമാണ് ഇപ്പം നിലനിൽക്കുന്നത്. അപ്പോൾ അമേരിക്ക പിൻവലിഞ്ഞതോടുകൂടി ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും യുക്രൈന് ആയുധങ്ങൾ നൽകുന്നതിൽ കുറെ പരിധികളൊക്കെ വെച്ചിരുന്നതൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി തുടങ്ങി. ആദ്യം ഷോർട്ട് റേഞ്ച് മിസൈൽസും കൊടുത്തിരുന്ന ഈ രാജ്യങ്ങൾ പിന്നീട് മീഡിയം റേഞ്ചിലേക്ക് അത് മാറ്റി. മാത്രവുമല്ല, യുദ്ധവിമാനങ്ങൾക്ക് തങ്ങളുടെ കൈവശമുള്ള ആ യുദ്ധവിമാനങ്ങളും ആയുധങ്ങളും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇടക്കാലത്ത് തീരുമാനത്തിലെത്തിയിരുന്നു. അതിൽ പലതും റഷ്യ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. യുദ്ധവിമാനങ്ങൾ പലതും യുക്രൈന് കൊടുത്ത് റഷ്യയുടെ മാരകമായ ആക്രമണങ്ങളിലൂടെ അതൊക്കെ നശിക്കുവാനിടയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം രീതിയിലുള്ള ഒരു യുദ്ധഭയം യൂറോപ്പിലും കൂടി വ്യാപിക്കുമോ എന്നുള്ളൊരു സാഹചര്യം. അതിലേക്ക് നയിക്കുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. റഷ്യ യുക്രൈൻ വാർ വന്നതിന് ശേഷം ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. അവർക്കുള്ള വ്യാപാരവും വ്യാപാര ശൃംഖലയും ഗ്യാസും ശൈത്യകാലങ്ങളിലുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഈ പറയുന്ന റഷ്യയിൽ നിന്നും അതേപോലെ യുക്രൈനിൽ നിന്നും ഒക്കെയാണ് യൂറോപ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം രീതിയിലുള്ള ഫ്യൂവൽസിന്റെയും ഭക്ഷ്യോൽപാദന സാധനങ്ങളുടെയൊക്കെ ലഭ്യത കുറവും ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങളും യൂറോപ്പിനുള്ളിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെയൊക്കെ ഒരു അലയൊലിയാണ് ഈ യുദ്ധം നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ ഈ രാജ്യങ്ങൾ വന്നു നിൽക്കുന്നത് യുദ്ധം നിർത്തുക എന്നുള്ളതല്ല, റഷ്യക്ക് മേൽ ഒരു സൈനിക നടപടി എന്നുള്ള തലത്തിലേക്ക് ഇപ്പോൾ ജർമ്മനിയും അതേപോലെ ഫ്രാൻസും ബ്രിട്ടനും ചില തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രാജ്യങ്ങളിലൊക്കെ ഒരു യുദ്ധമുണ്ടായാൽ അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇവ യുദ്ധത്തിന്റെ സാഹചര്യവും കൊടുമ്പിരിയും എത്രത്തോളം ഈ രാജ്യങ്ങളെയും ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല, ജർമ്മനിയെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ കൈവശമുള്ള അത്യാധുനികമായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈൽസ് വരെ ഇപ്പോൾ യുക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരത് കൊടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഈ യുദ്ധ സാഹചര്യത്തെ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് ഇത് യൂറോപ്പിനെ ആക്രമിക്കുവാനുള്ള ഒരു കാരണമായിട്ട് വേണമെങ്കിൽ എടുക്കാം. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏതെങ്കിലും തരത്തിലുള്ള ഇന്റർഫിയറൻസ് യൂറോപ്യൻ രാജ്യങ്ങളെ ഈ യുക്രൈനുള്ളിൽ നടത്തിക്കൊണ്ട് റഷ്യക്ക് ഭീഷണിയാവുന്ന വിധം ആക്രമണങ്ങൾ നടത്തിയാൽ അപ്പോൾ ഈ രീതിയിൽ സൈനികമായ നടപടി യൂറോപ്യൻ രാജ്യങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് ഒരു വാർണിംഗ് കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഈ സാഹചര്യം എല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, റഷ്യ യുക്രൈനുള്ളിൽ മാരകമായ ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്.
ഡൊണസ്ക് പോലുള്ള റഷ്യൻ അനുകൂല പ്രദേശങ്ങളും അതേപോലെ മരിയോപോൾ എന്ന് പറയുന്ന തന്ത്രപ്രധാനപരമായിട്ടുള്ള പോർട്ട് നഗരമൊക്കെ, കാർക്കീവ്, ഒഡേസ, ഇങ്ങനെയുള്ള വിവിധ സ്ഥലങ്ങൾ റഷ്യ ഇപ്പോൾ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. റഷ്യ അതിശക്തമായ രീതിയിൽ ആക്രമണം നടത്തിയാണ്. അമേരിക്കയുടെ പിന്മാറ്റത്തോടുകൂടി റഷ്യയുടെ ഭാഗത്തുനിന്ന് കഠിനമായ ആക്രമണമാണ് ഈ മേഖലകളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ രീതിയിലുള്ള സൈനിക സഹായമാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നും യുക്രൈന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ഇപ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് തന്നെ റഷ്യ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എടുത്തു പറയേണ്ടത്, യുക്രൈൻ ഒരു തരത്തിലും കീഴടങ്ങുന്നില്ല എന്നുള്ളതാണ്. വളരെ വലിയൊരു പ്രതിരോധമാണ് റഷ്യക്ക് എതിരെ ഇപ്പോൾ യുക്രൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റഷ്യ ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ അവർ പറഞ്ഞത്, അവരിത് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ അവസാനിക്കുമെന്ന് കരുതിയ ഒരു യുദ്ധ തന്ത്രമാണ് ഇപ്പോൾ പാളി ഏകദേശം 3 വർഷവും 100 ദിവസവും പിന്നിടുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും ലോകരാജ്യങ്ങളുടെ സാങ്ഷൻസുകളും അതേപോലെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ആത്മാഭിമാന പ്രശ്നവുമാണ് ഇപ്പോൾ റഷ്യയെ ബാധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെല്ലാം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സാങ്ഷൻസ് വരുന്നു, റഷ്യക്ക് സാങ്ഷൻ വരുന്നു. അതേപോലെ തന്നെ റഷ്യയുടെ എണ്ണ മേടിക്കുന്ന, റഷ്യയുടെ ആയുധങ്ങൾ മേടിക്കുന്ന രാജ്യങ്ങൾക്കും സാങ്ഷൻസ് അമേരിക്കയും അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തുന്നു എന്നുള്ളത് റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ യുക്രൈനിലുള്ള യുദ്ധം അവസാനിപ്പിച്ച് റഷ്യ പിൻവാങ്ങുക എന്ന് പറയുന്നത് റഷ്യയുടെ സ്ട്രാറ്റജിക്കലി ഉള്ള അവരുടെ താല്പര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാറുകയും മാത്രവുമല്ല, ഈ പറയുന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ തുടർന്നുള്ള അദ്ദേഹത്തിന്റെ ഭരണം അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷനും റഷ്യക്കുള്ളിൽ രൂപപ്പെട്ടു വരും എന്നുള്ളത് കൊണ്ടും റഷ്യയുടെ സാമ്രാജ്യത്വ മോഹത്തിനും എതിരാണെന്നുള്ളത് കൊണ്ടും റഷ്യ ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളതും സാഹചര്യങ്ങൾ ഒരു സമാധാന ചർച്ചയിലേക്കും ഒരു സന്ധിയിലേക്കും വരുവാൻ ഇടയാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രശ്നത്തെ കുറച്ച് കൂടുതലായിട്ട് പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ ഏകദേശം 300-ൽ പരം ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് റഷ്യ യുക്രൈൻ്റെ ഉള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തി. ഇപ്പൊ റഷ്യയുടെ ഭാഗത്തുനിന്ന് എങ്ങനെ വന്നാലും തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് റഷ്യക്ക് പ്രഹരം കൊടുക്കുക എന്നുള്ളത് യുക്രൈനും ചെയ്തു പോരുന്നു. ഇപ്പോൾ ഈ ഡ്രോൺ അറ്റാക്കിനെതിരെ റഷ്യക്കൊരു പണി കൊടുക്കണം എന്നുള്ളതും യുക്രൈൻ കാലാകാലങ്ങളായിട്ട് ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഈ വാർ പ്ലെയിൻസിന്റെ അവൈലബിലിറ്റി ഇല്ല എന്നുള്ളത് വളരെ വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളിയാണ്. അതേസമയം റഷ്യയുടെ കയ്യിലാണെങ്കിൽ അത്യാധുനിക ആയുധങ്ങളും അതേപോലെ അത്യാധുനികമായിട്ടുള്ള ഫൈറ്റർ ജെറ്റ്സുകളും ഉണ്ട്. ഇത് വലിയ രീതിയിലാണ് യുക്രൈൻ്റെ ഉള്ളിൽ നാശം വിതച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നശിപ്പിച്ചു കളയുക എന്നുള്ളത് സ്ട്രാറ്റജിക്കലി യുക്രൈൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈനിക നടപടിയാണ്. അതിനുവേണ്ടി ഏകദേശം യുക്രൈൻ 18 മാസത്തോളം തയ്യാറെടുപ്പുകൾ നടത്തി എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ യുക്രൈൻ്റെ യുദ്ധതന്ത്രം എത്രത്തോളം കീൻ ആണ്, അല്ലെങ്കിൽ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം, റഷ്യയുടെ 4 പ്രധാനപ്പെട്ട എയർബേസുകളിൽ ട്രക്കുകളിൽ ഏകദേശം 117ഓളം ഡ്രോണുകൾ ഒളിപ്പിച്ചുകൊണ്ട് റിമോട്ട് കൺട്രോൾ കൊണ്ട് ഉപയോഗിച്ച് ഈ ട്രക്കുകളുടെ മേൽക്കൂരകൾ മാറ്റി അതിൽ നിന്ന് വിക്ഷേപിച്ചാണ് ഈ എയർബേസുകളിൽ ഹാൾട്ട് ചെയ്തിരുന്ന 40ഓളം വരുന്ന അത്യാധുനിക വിമാനങ്ങൾ. ഈ വിമാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. Tu-95, Tu-22MS, അതേപോലെ A-50S. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് റേഞ്ച് മിസൈൽസും അതേപോലെ ന്യൂക്ലിയർ വെപ്പൺസും ക്രൂയിസ് മിസൈലുകളും ഒക്കെ ഉപയോഗിക്കുവാൻ കഴിയുന്ന അത്യാധുനിക വിമാനങ്ങളാണ്. ഈ വിമാനങ്ങളെയാണ് യുക്രൈൻ അതീവ രഹസ്യമായി ഡ്രോണുകൾ റഷ്യക്കുള്ളിലേക്ക് സ്മഗിൾ ചെയ്തുകൊണ്ട് ആ റഷ്യൻ എയർബേസുകളെ ആക്രമിച്ചിരിക്കുന്നത്. ഇനി ഏതൊക്കെ എയർബേസുകളെയാണ് റഷ്യക്കുള്ളിൽ യുക്രൈൻ ആക്രമിച്ചത് എന്ന് ഞാൻ
അതിന്റെ പേരുകളൊക്കെ ഒന്ന് വായിക്കാം. ബെൽബക്ക് എന്ന് പറയുന്ന റഷ്യ പിടിച്ചെടുത്ത ക്രീമിയൽ ഉള്ളിലുള്ള ഫ്രുക്ടോവ് എന്ന് പറയുന്ന ആ പ്രവിശ്യയിൽ സ്ഥാപിച്ചിട്ടുള്ള ബെൽബക്കില് ആക്രമണം നടത്തിയിരിക്കുന്നു. അതേപോലെ തന്നെ ബോറിസ് ഒബ്ലേസ്ക് എന്ന് പറയുന്ന ആ പ്രവിശ്യയിലുള്ള ബോറിസ് ഒബ്ലേസ്ക് എന്ന് പറയുന്ന എയർബേസിനെയും യുക്രൈൻ ആക്രമിച്ചു. അടുത്ത ബോറിസ്കോവിസ്കി, ബൊലോഗെ എന്ന് പറയുന്ന സ്ഥലത്ത്, ബൊലോഗയില് ബോറിസ്കോവിസ്കി എന്ന് പറയുന്ന ആ ഒരു എയർബേസിനെയും ആക്രമിച്ചു. അടുത്തത് ബ്രാഡ്സ്ക് ആണ്. ബ്രാഡ്സ്കിലെ തന്നെ ബ്രാഡ്സ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന എയർബേസിനെയും യുക്രൈൻ ആക്രമിച്ചു. ഈ ട്രക്കുകളൊക്കെ ഈ എയർബേസുകളുടെ അടുത്ത് പോയി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നിട്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇവിടെ റഷ്യയുടെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ പാളിച്ചയില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ടിരിക്കുന്നു. കാരണം ഇത്തരം വലിയ രീതിയിലുള്ള സൈനിക നടപടിയും യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് തങ്ങളുടെ ശത്രു രാജ്യത്തു നിന്ന് വരുന്ന ഇത്തരം ട്രക്കുകൾ, അത് ചിലപ്പോൾ ഒരുപക്ഷെ വ്യാപാര ആവശ്യങ്ങൾക്ക്, വാണിജ്യ ആവശ്യങ്ങൾക്കോ വരുന്നതാണെങ്കിൽ പോലും അത്തരം രീതിയിലുള്ള ട്രക്കുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിൽ ഇവിടെ റഷ്യ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 700 ബില്യൺ US$ നഷ്ടമാണ് ഇപ്പോൾ റഷ്യക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. അതിൽ കൂടിയേക്കാം, കുറയാൻ ഒരു സാധ്യതയുമില്ല, കൂടുവാനുള്ള സാധ്യതയാണ്. കാരണം അത്ര വലിയ മാരകമായ അറ്റാക്കാണ് റഷ്യക്കുള്ളിൽ യുക്രൈൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ റഷ്യക്കുള്ളിൽ ഇത്തരം രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയപ്പോൾ റഷ്യൻ മാധ്യമങ്ങൾ അതിനെ പേരിട്ടത് റഷ്യക്കുള്ളിലെ പേൾ ഹാർബർ അറ്റാക്ക് എന്നതാണ്. പേൾ ഹാർബർ അറ്റാക്കിനെ പറ്റി നമുക്കറിയാമല്ലോ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കയുടെ സൈനിക ബേസ് ആയിട്ടുള്ള പേൾ ഹാർബറിൽ ജപ്പാൻ ആക്രമണം നടത്തുന്നു. ഈ ആക്രമണത്തിൽ 100 കണക്കിന് ഫൈറ്റർ ജെറ്റ്സുകളും 1000 അമേരിക്കൻ ഭടന്മാരും അതേപോലെ അത്യാധുനികമായിട്ടുള്ള വാർഷിപ്പുകളും ഒക്കെ ഈ ആക്രമണത്തിലൂടെ അമേരിക്കയ്ക്ക് നഷ്ടമായി. ഇത് അമേരിക്കയ്ക്ക് കനത്ത നഷ്ടമെന്ന് മാത്രവുമല്ല, അമേരിക്കയെ ഈ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ വേണ്ടിയിട്ട് ജപ്പാൻ നടത്തിയ ഒരു ശ്രമവും, അത് ജപ്പാനുള്ളിൽ ഓഗസ്റ്റ് 6-നും ഓഗസ്റ്റ് 9-നും ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യുന്നതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്നെത്തിച്ചു. അപ്പോൾ ഈ ഒരു ടേം ഇപ്പോൾ റഷ്യ എടുത്ത് ഉപയോഗിച്ചതിലൂടെ യുക്രൈനുള്ളിൽ റഷ്യ ഒരു ആണവായുധ പ്രയോഗം നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നു എന്നുള്ള സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്. ഇത് റഷ്യയിലെ വിവിധ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കുന്നു. അപ്പോൾ അത്തരം രീതിയിലുള്ള ഒരു ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ലോകത്ത് നിലനിൽക്കുന്നത്. അപ്പോ റഷ്യക്കുള്ളിൽ നടത്തിയ യുക്രൈന്റെ ഈ അറ്റാക്കിനെ അവർ സ്പൈഡർ വെബ് എന്നുള്ള പേരിലിട്ട് വിളിക്കുന്നു. ഈ സ്പൈഡർ വെബ് വലിയ രീതിയിൽ ഇപ്പോൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം അത് ഒരു ഭയാനക സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നതാണ്. ഇത് ലോകരാജ്യങ്ങളെ, പർട്ടിക്കുലർലി യൂറോപ്പിനെ ഇത് വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളതും, യൂറോപ്പും അമേരിക്കയും ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കപ്പെടും എന്നുള്ളതും ഒരു സങ്കീർണ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അവരുടെ പ്രതിരോധ വകുപ്പ് മന്ത്രി സെർജി ലാവ്റോവും പറഞ്ഞിരിക്കുന്നത് യുക്രൈനെതിരെ ശക്തമായ സൈനിക നടപടി. ഈ സൈനിക നടപടി എന്ന് പറയുമ്പോൾ ഇത് ഒരിക്കലും ന്യൂക്ലിയർ വെപ്പൺ ഇതര സൈനിക നടപടിയായിട്ട് നമുക്ക് ഈ സാഹചര്യത്തിൽ വ്യാഖ്യാനിക്കാൻ കഴിയത്തില്ല. കാരണം റഷ്യയുടെ ഭാഗത്ത് നേരത്തെ അവർ മുന്നറിയിപ്പ് കൊടുത്താണ്, ഏതെങ്കിലും തരത്തിൽ റഷ്യയുടെ പരമാധികാരത്തിന് നേരെ യുക്രൈന്റെ സൈനിക നടപടിയോ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ ഉണ്ടായാൽ റഷ്യ ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടായിരിക്കും ഇനി ഉക്രൈന് മറുപടി പറയുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഏകദേശം സാഹചര്യങ്ങൾ അത്ര വലിയ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത്. റഷ്യ യുക്രൈനുള്ളിൽ ആണവായുധം പ്രയോഗിക്കുമെങ്കിൽ അതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിക്കുന്ന ഒരു അറ്റാക്കായി മാറും എന്നുള്ളത് സംശയം എന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഒരുപക്ഷെ റഷ്യ ആണവായുധം കൈകളിൽ എടുക്കുവാണെങ്കിൽ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം പിന്നെ ഭൂമുഖത്തുണ്ടാകത്തില്ല എന്നുള്ളതിന് ഒരു സംശയമില്ല. അത്യാധുനിക ആണവായുധങ്ങളുടെ ശേഖരമുള്ള, ലോകത്തെ ഏറ്റവും അധികം ആണവായുധങ്ങൾ സൂക്ഷിക്കുന്ന രാജ്യമാണ് റഷ്യ എന്നുള്ളത്. ആ റഷ്യയുടെ കയ്യിൽ അതിഭീകരമായ, അതിമാരകമായിട്ടുള്ള ആണവായുധങ്ങളുണ്ട്. ലോകത്തെ പലതവണ, ഈ ഭൂമിയെ പലതവണ ചുട്ടരിച്ച് കളയുവാൻ ശേഷിയുള്ള
ആണവായുധങ്ങളുടെ ശേഖരമുള്ള രാജ്യമാണ് റഷ്യ. ആ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിനാണ് ഇപ്പോൾ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളത് യൂറോപ്പിനെയും ഈ ഭയത്തിന്റെ ചികയിലേക്ക് വലിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആണവായുധം ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഭയത്തോടുകൂടി ഈ സന്ദർഭത്തെ നോക്കിക്കാണുന്ന 3 രാജ്യങ്ങളുണ്ട്. ഒന്ന് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ. ഈ 3 രാജ്യങ്ങളും ഇപ്പോൾ ആണവായുധ യുദ്ധത്തിന്റെ ഭീഷണിയിലാണ്. റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നുള്ളതാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പ്രത്യേക പുടിൻ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് ഇപ്പോൾ ലോകത്തെ ത്രിശങ്കുവിൽ നിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓപ്പറേഷൻ സ്പൈഡർ വെബ് എന്ന് പറഞ്ഞ് റഷ്യക്കുള്ളിൽ കടന്നുകൊണ്ട് യുക്രൈൻ നടത്തിയിരിക്കുന്ന ഈ ഒരു അറ്റാക്കിന് വലിയ വിലയാണ് ലോകം കൊടുക്കേണ്ടതായിട്ട് വരിക. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിക്കപ്പെടുന്ന 2 മേഖലയാണ്. ഒന്ന് യൂറോപ്പും, 2 ഈ പറയുന്ന യുക്രൈൻ എന്ന രാജ്യവും. നമ്മൾ മനസ്സിലാക്കണം, റഷ്യയുടെ കൈവശം മാത്രമല്ല ആണവായുധമുള്ളത്. ജർമ്മനിയുടെ പക്കൽ അമേരിക്കയുടെ ആണവായുധമുണ്ട്, ഫ്രാൻസിന്റെ പക്കൽ ആണവായുധമുണ്ട്, അതേപോലെ തന്നെ ബ്രിട്ടന്റെ പക്കലും ആണവായുധമുണ്ട്. അമേരിക്കയും ആണവായുധമെടുത്ത് ഈ രീതിയിൽ തിരിച്ചു പ്രയോഗിക്കാൻ നിന്നാൽ ലോകം പിന്നെ ഇങ്ങനെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. വളരെ സങ്കീർണമായ ഒരു സാഹചര്യം. അപ്പോൾ ഈ ഒരു അറ്റാക്കിലൂടെ ഒന്നുകിൽ യൂറോപ്പിനെ റഷ്യ അറ്റാക്ക് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും, അല്ല എങ്കിൽ കീവിനും യുക്രൈന്റെ ഉള്ളിൽ ആണവായുധം പ്രയോഗിക്കുവാനുള്ള റഷ്യയുടെ ഒരു പടപ്പുറപ്പാടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോൾ ഇതിന് വലിയ വില യുക്രൈൻ കൊടുക്കേണ്ടി വരും. റഷ്യയെ ഈ പ്രാവശ്യം ലോകത്തിന് എഴുതി തള്ളാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾക്കിപ്പോൾ ഈ റഷ്യയുടെ പടപ്പുറപ്പാടും അവരുടെ മുന്നൊരുക്കങ്ങളിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സന്ദേശം ഇവിടെ നിർത്തിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമന്റ്, ഈ വിഷയത്തോടനുബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ലോകത്ത് ശാന്തിയും സമാധാനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ വീഡിയോ നിർത്തുന്നു. ബൈ.